നമസ്കാരം. ചരിത്രത്തിൽ മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണങ്ങൾ. ദി വാഷിംഗ്ടൺ പോസ്റ്റ് പ്രകാരം ഹിരോഷിമയിൽ ഏകദേശം 1,40,000 പേരും നാഗസാക്കിയിൽ 70,000 പേരുമാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ 2 ബോംബാക്രമണങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളുണ്ട്. അയാളുടെ പേരാണ് സുതോമു യാമാഗുച്ചി. മരണത്തിന്റെ വക്കിൽ നിന്ന് 2 തവണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹത്തിന്റെ കഥ വിസ്മരിപ്പിക്കുന്നതാണ്. 1945 ഓഗസ്റ്റ് 6 സുതോമു യാമാഗുച്ചിക്ക് 29 വയസ്സായിരുന്നു. മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസിലെ എഞ്ചിനീയറായ അദ്ദേഹം ഒരു ബിസിനസ് യാത്രയ്ക്കായി ഹിരോഷിമയിൽ എത്തിയിരുന്നു. ഭാര്യയുടെയും മകന്റെയും അടുത്തേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന ഒരു സാധാരണ പ്രഭാതത്തിലാണ് ആ ദുരന്തം സംഭവിച്ചത്. ആകാശത്ത് ഒരു അമേരിക്കൻ ബോംബർ വിമാനം പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിന്ന് ഒരു ചെറിയ വസ്തു താഴേക്ക് വരുന്നത് കണ്ട യാമാഗുച്ചി നിമിഷങ്ങൾക്കകം ആകാശത്ത് ശക്തമായ ഒരു പ്രകാശം കണ്ടു. ലിറ്റിൽ ബോയ് എന്നറിയപ്പെടുന്ന ആ അണുബോംബിന്റെ പ്രകാശമായിരുന്നു അത്. ഒരു കിടങ്ങിലേക്ക് ചാടിയതിനാൽ അദ്ദേഹം സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഗുരുതരമായി പരിക്കേറ്റു. മുഖത്തും കൈകളിലും പൊള്ളലേറ്റു. കർണപടങ്ങൾ പൊട്ടി. നഗരത്തിന് മുകളിൽ കൂൺമേഘം ഉയർന്നപ്പോൾ അദ്ദേഹം അതിനെ അതിജീവിച്ചു. വലിയ പരിക്കുകളോടെ യാമാഗുച്ചി 2 സഹപ്രവർത്തകരോടൊപ്പം നാഗസാക്കിയിലെ വീട്ടിലേക്ക് മടങ്ങി. ഓഗസ്റ്റ് 8 അദ്ദേഹം പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സ തേടി. ഗുരുതരമായ പരിക്കുകൾ കാരണം ആദ്യം കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം അടുത്ത ദിവസം ജോലിക്ക് പോയി. ഓഗസ്റ്റ് 9 നാഗസാക്കിയിലെ മിത്സുബിഷി ഓഫീസിൽ വെച്ച് ഹിരോഷിമയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് സഹപ്രവർത്തകരോട് വിവരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് ആകാശത്ത് വീണ്ടും ഒരു വെളുത്ത പ്രകാശം മിന്നിയത്. 2ാമത്തെ അണുബോംബായ ഫാറ്റ് മാൻ നാഗസാക്കിയിൽ പതിച്ചു. ഞെട്ടലോടെ അദ്ദേഹം നിലത്തേക്ക് വീണു. ബോംബിന്റെ ആഘാതത്തിൽ ജനലുകൾ തകർന്നു. ഹിരോഷിമയിൽ നിന്ന് കൂൺമേഘം എന്നെ പിന്തുടർന്നതായി എനിക്ക് തോന്നി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, 2 ആക്രമണങ്ങളിലും അതിജീവിച്ച ഏക വ്യക്തിയായി 2009 ജപ്പാനീസ് സർക്കാർ യാമാഗുച്ചിയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. നിജു ഹിബാകുഷ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അതായത് 2 ബോംബുകളുടെയും ആഘാതം ഏറ്റയാൾ. 2010 93-ാം വയസ്സിൽ അദ്ദേഹം ഉദര ക്യാൻസർ ബാധിച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം ആണവായുധങ്ങളുടെ ഭീകരതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. തന്റെ അനുഭവം യുവതലമുറയെ പഠിപ്പിക്കാൻ അത് സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഒരു വ്യക്തിക്ക് മരണത്തെ എത്രത്തോളം അതിജീവിക്കാൻ കഴിയുമെന്ന്, മനുഷ്യന്റെ അതിജീവനശേഷി എത്ര വലുതാണെന്നും സുതോമു യാമാഗുച്ചിയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.